ഹലോ കൂട്ടുകാരെ, എൻ്റെ 10 മണി കളക്ഷൻ ഒന്ന് കണ്ടാലോ? എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രമ്യ. എൻ്റെ കുറച്ച് 10 മണി കളക്ഷൻ കാണാം. ഇത് ഞാൻ ഫേസ്ബുക്കിൽ 10 മണി സെയിലിൻ്റെ കണ്ടിട്ട് അതിൻ്റെ കട്ടിങ്സ് വാങ്ങിച്ച് നട്ടതാണ്. ചെറിയ ചെറിയ ഗ്രോ ബാഗിലായിട്ടാണ് നട്ടേക്കുന്നത്. 15 രൂപയൊക്കെ കിട്ടുന്ന 3 റേഞ്ചിൽ ഗ്രോ ബാഗ് കിട്ടുമായിരുന്നു. സ്മോള്, മീഡിയം, ലാർജ്. അതിൽ മീഡിയമാണ് ഞാൻ എടുത്തത്. അപ്പം അതിലാവുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് മണ്ണും വേണ്ട. 15 രൂപയായിരുന്നു തോന്നുന്നു ആ ബാഗിൽ. അതിൽ മണ്ണ്, ചാണകപ്പൊടി, പിന്നെ കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് എല്ലുപൊടി, അങ്ങനെയിട്ടാണ് ഞാൻ ഓരോ ഗ്രോ ബാഗും റെഡിയാക്കി. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓൺലൈനിൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഗ്രോ ബാഗിലെല്ലാം മണ്ണൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ നടാം. ആദ്യം നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ആദ്യം പൂക്കളൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ പൂക്കൾ വരാൻ തുടങ്ങും. നല്ല വെയിലത്ത് വയ്ക്കുക, വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക. പിന്നെ ദൈവം പൂക്കൾ നിറയെ ഉണ്ടാവും. 10 മണി പൂന്ന് പറഞ്ഞാലും ഒരു 8:30 9 മണിയോടുകൂടി പതുക്കെയൊക്കെ പൂക്കൾ വിരിയാൻ തുടങ്ങും. പക്ഷേ എനിക്ക് സാധാരണ എൻ്റെ പൂക്കളെയൊന്നും എനിക്ക് കാണാൻ പറ്റാറില്ല. ഞാൻ ജോലിക്ക് പോണ സമയത്തായിരിക്കും മിക്കവാറും ഇതൊക്കെ വിരിയണത്. സൺഡേ സാറ്റർഡേ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ ചെടികളെയും പൂക്കളെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. വരുമ്പോഴത്തേക്കും പൂക്കളൊക്കെ ഇങ്ങനെ കൂമ്പി പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ചെടികൾ വേണ്ടവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയച്ചു തരാം. ഇഷ്ടംപോലെ തൈകളുണ്ട്. എനിക്കിത് കിട്ടിയത് 3 കട്ടിങ്സ് 10 രൂപ വെച്ചിട്ടാണ്. ഞാനത് നിങ്ങൾക്ക് 2 കട്ടിങ്സ് 5 രൂപ വെച്ചിട്ട് തരാം. ഒത്തിരി കട്ടിങ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇതിങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും വീണ്ടും നടണം. നട്ടാൽ മാത്രമേ വീണ്ടും ചെടികൾ എപ്പോഴും ഫ്രഷായിട്ട് നിൽക്കുകയുള്ളൂ. ആദ്യം ഇപ്പോൾ ഇത് നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി ഒടിച്ച് കട്ടിങ് ചെയ്തിട്ട് നമ്മളൊരു ഇതുപോലെ നേരത്തെ പറഞ്ഞ മിക്സിൽ മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി, കുറച്ച് മറ്റേ ചകിരിച്ചോറ് അതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ വലുപ്പത്തിൽ നമ്മൾ വീണ്ടും ഇതിങ്ങനെ നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാവും. അപ്പം നമ്മൾ 10 മണി നട്ടു എന്ന് വിചാരിച്ചിട്ട് ഒറ്റ സീസൺ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ അതിനെ അങ്ങനെ അധികം നോക്കാതിരിക്കരുത്. അത് നല്ലോണം പൂവൊക്കെ കഴിയുമ്പോൾ വീണ്ടും അതിനെ അടുത്ത ബാഗുകളിലോട്ടായിട്ട് വീണ്ടും 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 ഒടിച്ച് നടാം. അപ്പം നല്ല ഫ്രഷ് തണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടിയായിട്ട് നിൽക്കും. പിന്നെ ഇതൊരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര മൂത്ത് ചെടികളൊക്കെ ഇങ്ങനെ മുരടിച്ച പോലെയും അത്ര നന്നായിട്ട് പൂക്കളൊന്നും ഇല്ലാത്ത പോലെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷ്നെസ്സോടുകൂടിയും ഇതിൻ്റെ കളക്ഷനൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വേറെ ഗ്രോ ബാഗുകളിലായിട്ട് നടാം. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് എല്ലുപൊടി അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് അതൊക്കെ ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ്. അതുപോലെ ഞാൻ ഇടയ്ക്ക് 19 വെള്ളത്തിൽ കലക്കിയിട്ട് അതൊഴിച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഒത്തിരി പൂക്കൾ എപ്പോഴും ഉണ്ടായി കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ താങ്ക് യു.